ക്യാമ്പിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതിലെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് നമ്മുടെ സെക്ഷൻസ് ലീഡ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ട്രെയിനിങ്ങിന്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് മേഖല. നമുക്കറിയാം, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഏതൊരു മേഖലയിലും ആണെങ്കിലും ഇന്ന് ട്രെയിനിങ്ങിന്റെ സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ട്രെയിനേഴ്സ് ആയി മാറിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ വിൻബിൾ എത്തിപ്പെട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, കൗൺസിലർ ആയതോടുകൂടി നല്ലൊരു ട്രെയിനർ ആവുക എന്നൊരു ആഗ്രഹം കൂടി എന്നുള്ളിൽ വന്നു. അപ്പോഴാണ് ഒരുപാട് സെർച്ചുകൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പമാണ് വിൻബിൾ അക്കാദമിയെ കാണുന്നതും ഫൈസൽ സാറിനെ പരിചയപ്പെടുന്നതും. മറ്റെല്ലാ എൻക്വയറീസിൽ നിന്നും ഡിഫറെന്റ് ആയിക്കൊണ്ട് തന്നെ വിൻബിൾ അക്കാദമി സാറായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ട്രെയിനർ ആയി മാറാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് സാർ തന്നു. നല്ല പോസിറ്റീവായ റെസ്പോൺസ് ആണ് സാറിൽ നിന്ന് ലഭിച്ചത്. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഒരു ട്രെയിനർ ആയി മാറുക എന്നതോടൊപ്പം തന്നെ നല്ലൊരു പേഴ്സൺ ആയി മാറുക എന്നൊരു മീനിങ് കൂടി കിട്ടുന്നുണ്ട്. അതായത് 1 month ക്ലാസ്സിന്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. എനിവേ, നമ്മുടെ എല്ലാമായ വിൻബിൾ അക്കാദമിയുടെ ഫൗണ്ടറും നമ്മുടെ ബാക്ക് ബോണുമായ ഫൈസൽ സാറിന് പ്രത്യേകം ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സെക്ഷൻ ലീഡ് ചെയ്യുന്നത് മാം സജിന മുസ്തഫ മാമാണ്. മാം ഒരു ടീച്ചറാണ്, അതോടൊപ്പം നല്ലൊരു ട്രെയിനറാണ്, ബിടെക് ക്വാളിഫൈഡ് ആണ്. മാം നമുക്ക് വേണ്ടി എടുക്കുന്ന സെക്ഷൻ ദ മാജിക് ഓഫ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്നതാണ്. മാമിനെയും ഫൈസൽ സാറിനെയും ഇവിടെ എത്തിയ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യും. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്നതിനായി സജിന മാമിനെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മ, ആൻഡ് താങ്ക് യു ഫൈസൽ സർ, ആൻഡ് താങ്ക് യു ഓൾ. എൻ്റെ പേര് സജിന. സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, ചന്ദ്രാപിനിയിലാണ്. ഞാൻ ടീച്ചറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലേ? ഈ ബ്രെയിനാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മളുടെ ബ്രെയിനാണ്. പണ്ട് കാലത്തെ എക്സ്പെർട്ടുകളും റിസർച്ചേഴ്സൊക്കെ, സയന്റിസ്റ്റുകളൊക്കെ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിനെ ചേഞ്ച് ആക്കാൻ പറ്റില്ല, ബ്രെയിനിന്റെ സ്ട്രക്ചർ ചേഞ്ച് ആക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ജനിച്ച് ഒരു നിശ്ചിത കാലം വരെ, അതായത് നമ്മൾ കുട്ടികളായിരിക്കുന്ന ഒരു വളർച്ചാ ഘട്ടത്തിൽ ആ ഒരു സമയം വരെയാണ് നമ്മുടെ ബ്രെയിനിൽ ചേഞ്ച് ഉണ്ടാവുന്നതും ഗ്രോത്ത് ഉണ്ടാവണമെന്നാണ് പണ്ട് കാലത്തെ എക്സ്പെർട്ടുകളൊക്കെ വിചാരിച്ചിരുന്നത്. അതൊരു ഫിക്സഡ്, ഒരു നിശ്ചിത കാലം വരെ ബ്രെയിൻ വളരും, അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫിക്സഡ് ആയിരിക്കും, പിന്നെ ബ്രെയിനിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായത്. പിന്നീടാണ് ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു സംഭവം കണ്ടുപിടിച്ചത്. അതായത് നമ്മളുടെ ബ്രെയിനിന് ഗ്രോ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു കഴിവുണ്ടെന്നാണ്. ആ ഒരു കഴിവിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ഫിക്സഡ് അല്ല, നമ്മുടെ ലൈഫ് ടൈം വരെ അതിന് ചേഞ്ച് ചെയ്യാനും പറ്റും, ഗ്രോ ചെയ്യാനും പറ്റും, ഓരോ കാര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനായിട്ടും ബ്രെയിനിന് പറ്റും. അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ആ ഒരു കഴിവ് അത് എല്ലാ മനുഷ്യന്മാരുടെ ബ്രെയിനിനുണ്ട്. ആ ഒരു കഴിവിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്ലാസ്റ്റിസിറ്റി എന്നൊരു വേർഡ് നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും. ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു സാധനത്തിനെ വലിച്ചു നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നീണ്ടുവരും, എന്നിട്ട് അത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് പഴയ പോലെ തന്നെ ആവണേനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഒക്കെ നമ്മൾ വലിച്ചു നീട്ടി പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആവും, അല്ലേ? അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം, പ്ലാസ്റ്റിക് പോലുള്ള ഒരു സാധനത്തിനെ വലിച്ച് ഒരു സ്ട്രക്ചറിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷേപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ മുൻപത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല, ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് പ്ലാസ്റ്റിസിറ്റി ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ നമുക്ക് നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മൾക്ക് അതിനെ മാറ്റി വേറൊരു ഷേപ്പിലാക്കാൻ പറ്റും, പെർമനന്റ് ആയിട്ട് അങ്ങനെ വെക്കാനായിട്ട്, സ്ട്രക്ചർ മാറ്റാനായിട്ട് പറ്റുന്നുള്ളതാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിനിന് കഴിവുണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളൊരു കഴിവുണ്ട്.
അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു കഴിവിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു 2-3 തോട്ട്സ് പറയാം. ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരു സ്കില്ല് പഠിക്കാൻ പോവാണ്, എന്തെങ്കിലും ഒരു പുതിയൊരു സ്കില്ല് പഠിക്കാൻ പോണ സമയത്ത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും അല്ലേ? ആ സ്കില്ല് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അത് പഠിച്ച് പിന്നെ നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് വരും അല്ലെ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? അപ്പൊ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നമ്മളുടെ ബ്രെയിനിന്റെ ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ് ആ ഒരു തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരുന്ന കാര്യം നമ്മൾ വീണ്ടും പഠിച്ച് അത് നമുക്ക് ഭയങ്കര ഈസി ആവാനായിട്ടുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ്. അതുപോലെ തന്നെ ഞാനൊരു ആക്ടിവിറ്റി പറയാം. നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യാട്ടാ. നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ കോർത്ത് വെക്കാം. എല്ലാവരും ഒന്നും ചെയ്യോ? അത് കൈ രണ്ടും ഇങ്ങനെ കോർത്ത് വെക്കൂലേ? ഇതുപോലെ നമ്മളിങ്ങനെ 2 കൈ ഇങ്ങനെ കോർത്ത് വെക്കാം. അപ്പൊ ഒന്നുകൂടി മൈക്ക് ഒന്നുകൂടി അടുപ്പിച്ച് വെക്കോ. സർ ഇപ്പൊ ഓക്കെ ആണോ സർ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ക്ലിയർ ആയില്ലേ സർ? എത്ര നേരം? ക്ലിയർ. ഓക്കെ. അപ്പൊ ഞാനൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഇപ്പൊ പറയുന്നത്. നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ ഒന്ന് കൂട്ടി വെക്കാം, ഇങ്ങനെ കോർത്ത് വെക്കാന്ന് പറയും. ഇങ്ങനെ കോർത്ത് വെക്കുമ്പോൾ നമ്മളുടെ ഒരു ഹാൻഡിന്റെ തമ്പ് ഫിംഗർ തള്ളവിരല് മുകളിലായിട്ട് വന്നിട്ടുണ്ടാവും. അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാം. എല്ലാ ഫിംഗേഴ്സിനും ഒന്ന് ഓപ്പോസിറ്റ് ആക്കുക. അതായത് നമ്മുടെ മുകളിൽ വരാത്ത ഹാൻഡിന്റെ തമ്പ് എടുത്തിട്ട് മുകളിലേക്ക് വെക്കുക. ബാക്കിയുള്ള ഫിംഗറുകളും അങ്ങനെ നമ്മൾ വെച്ചിട്ട് അതുപോലെ ഒന്ന് കൈകോർത്ത് വെക്കുക. അങ്ങനെ നമുക്ക് കൈകോർത്ത് വെക്കാലോ. അങ്ങനെ ഒരു വെക്കോ? എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയോ? അത് അങ്ങനെ ചെയ്തോ ഒരു ആക്ടിവിറ്റി? എല്ലാവരും അത് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കൈകോർക്കാൻ പറയുമ്പോ ഈസി ആയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ കൈകോർക്കണ പോലെ കോർത്തല്ലേ? അത് കഴിഞ്ഞ് അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ആ ഒരു ഫിംഗേഴ്സുകൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഓപ്പോസിറ്റ് ആയിട്ട് ഫിംഗേഴ്സുകൾ വെക്കാൻ പറഞ്ഞപ്പോ നമുക്കൊരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഈ ഒരു സംഭവം അതായത് നമ്മളിപ്പോ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു. ആദ്യത്തെ കംഫർട്ട് ആയിട്ട് പോലെ അല്ലാണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തത് നമ്മൾ ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്താണ് ആ ഒരു കാര്യം ഓപ്പോസിറ്റ് ആയിട്ടായി ചെയ്തൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് വരും. അതിന്റെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു പവർ ആണ് അതെന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ആഗ്രഹം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠിക്കണം എന്നായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലാത്ത ഇനി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ലൈഫിൽ നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരണം, ഒരു ഹാബിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്കിൽ ആയിക്കോട്ടെ, അത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നമുക്ക് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്ന് മനസ്സിൽ ചിന്തിക്കാം. ഇപ്പോ നമ്മളുടെ ബ്രെയിന് ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരിക്കും പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ല ഒരു ഇനീഷ്യേറ്റീവ് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ നമ്മുടെ ആ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ തന്നെ നമ്മളുടെ ബ്രെയിന് അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആക്ഷനിൽ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബ്രെയിന് ആ ഒരു ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് പിന്നീട് പഠിക്കാനും അത് നമുക്ക് ഈസി ആവാനും പറ്റും. അപ്പൊ ഇതും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു മാജിക് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളുടെ ബ്രെയിനിന് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് അവർ ബ്രെയിൻ ടു ചേഞ്ച്, ഗ്രോ ആൻഡ് അഡാപ്റ്റ്. നമ്മുടെ ബ്രെയിനിന് ചേഞ്ച് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. പിന്നീടാണ് അതിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോ ഇത് എങ്ങനെയാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ എന്താ നടക്കണമെന്ന് നമുക്കൊന്ന് അറിയണം. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ആനിമൽസിന്റെ ആയിക്കോട്ടെ, ഇനി ഏകകോശ ജീവികളുടെ ആയിക്കോട്ടെ, എല്ലാവരുടെയും
ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടാനുകോടി സെല്ലുകൾ കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും സെല്ലുകൾ ഉണ്ട്, ബ്രെയിൻ സെല്ലുകൾ ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ 86 ബില്യൺസ് ഓഫ് സെല്ലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 8600 കോടി സെല്ലുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും ബ്രെയിനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അത്ര ഉണ്ടാവില്ല, പിന്നെ പിന്നെ നമ്മുടെ ബ്രെയിനിൽ അത്രയും സെല്ലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെല്ലുകളെ നമ്മൾ ന്യൂറോൺസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ സെല്ലുകൾ തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ന്യൂറോൺസ് എന്നാണ് നമ്മൾ ആ സെല്ലുകൾ, ബ്രെയിൻ സെല്ലുകളെ വിളിക്കുക. ഈ ന്യൂറോൺസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായത് ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവ തമ്മിൽ ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ബ്രെയിനിലത്തെ ന്യൂറോണുകൾ, ഞാൻ കുറച്ച് ടേമുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, ഒരു സയൻസ് വേർഡുകളൊക്കെ. ഇത് ഈ ബ്രെയിനിലത്തെ ഈ ന്യൂറോണുകൾ തമ്മിൽ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് കണക്ഷൻ ഉണ്ടാവും. പിന്നെ അടുത്ത ഒരു ന്യൂറോണിൽ നിന്ന് തന്നെ ഒരുപാട് ന്യൂറോണുകളിലേക്ക് കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെയാണ് നമ്മുടെ ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്കുള്ള ആ ഒരു കണക്ഷനെ സിനാപ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് മെസ്സേജ് പോകും, അവിടെ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് അങ്ങനെ ഇങ്ങനെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മെസ്സേജുകളൊക്കെ പോകണത്, ഈ മെസ്സേജ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് പോകുന്നത്. അതായത് വൈദ്യുത തരംഗങ്ങളായിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ ഈ മെസ്സേജ് ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണുകളിലേക്ക് മെസ്സേജുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഇപ്പൊ നമ്മളുടെ ഹാർട്ടിന്റെ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ECG എടുക്കും അല്ലെ. ECG എടുത്തിട്ട് നമുക്കൊരു വേവ് ഫോമിൽ നമുക്ക് കിട്ടൂലേ അതിന്റെ ECGയുടെ റിസൾട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിലെ ഇലക്ട്രിസിറ്റി, ഈ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അത് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ് EEG എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലേക്കുള്ള ഇലക്ട്രോ എൻസെഫലോഗ്രാഫി എന്നാണ് അതിനെ പറയാം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസുകൾ ഉണ്ട്. ഈ ന്യൂറോൺസുകൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. ന്യൂറോൺസുകൾ മെസ്സേജ് ഒരു ന്യൂറോണിൽ നിന്ന് വേറെ അടുത്തടുത്ത ന്യൂറോണുകളിൽ ഇങ്ങനെ, അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എല്ലാവർക്കും നടക്കുന്നുണ്ട്. ബ്രെയിനിലും അതുപോലെ മെസ്സേജ് പാസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോൾ, ആക്ട് ചെയ്യുമ്പോഴൊക്കെ എന്താണ് നമ്മളുടെ ബ്രെയിനിൽ ഈ ന്യൂറോൺസുകൾ തമ്മിൽ ഒരു കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഫീൽ ചെയ്യുമ്പോഴോ ഒക്കെ ഈ 86 ബില്യൺസ് ഓഫ് ന്യൂറോൺസുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും എന്നല്ല പറയുന്നത്. ഈ എല്ലാ ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നല്ല പറയുന്നത്. ഒരു പ്രത്യേക കാര്യം ചിന്തിക്കുമ്പോൾ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ ഒരു പ്രത്യേക തരം കൂട്ടം ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇനി വേറൊരു കാര്യം ചിന്തിക്കുമ്പോൾ വേറൊരു കൂട്ടം ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു കാര്യം നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ വേറൊരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, മെസ്സേജ് പാസ് ചെയ്യും. അപ്പൊ ഇത് ഓരോ കാര്യം ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഫീൽ ചെയ്യുമ്പോഴും ഒക്കെ ഇത് നമ്മുടെ ബ്രെയിനിൽ ഈ ന്യൂറോണുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോ ഈ ന്യൂറോണുകളിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മള് ചിരിക്കുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ, ഒരു പ്രത്യേക തരം ന്യൂറോണുകൾ തമ്മിലുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്, ഒരു കണക്ഷൻ, അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നുണ്ട്. ആ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനെ, അവിടെ ഒരു കണക്ഷൻ വരണേ നമ്മൾ ന്യൂറൽ പാത്വേ എന്നാണ് അതിനെ പറയുക. അവർ തമ്മിൽ അതായത് നമ്മൾ ചിരിക്കുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതിന് ആ ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ ആ ഒരു കണക്ഷൻ വരുന്നതിന് നമ്മൾ ന്യൂറൽ പാത്വേ, അതൊരു പാത്താണ്, ഒരു ചിരിക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുമ്പോഴുള്ള ആ ന്യൂറോണുകളുടെ ഒരു പാത്ത് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് വേറൊരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിലുള്ള ഒരു ന്യൂറൽ പാത്വേ അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ എപ്പോൾ ചിരിക്കുമ്പോഴും ആ ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിലായിരിക്കും എന്തുണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അതുപോലെ നമ്മൾ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്പെസിഫിക് സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ വീണ്ടും കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ആക്ച്വലി നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ എപ്പോഴും ഒരു ദേഷ്യപ്പെടുന്ന ഒരു ബിഹേവിയർ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. അതായത് എപ്പോഴും അയാൾക്കൊരു ചിരി എന്ന് പറഞ്ഞൊരു സംഭവം അയാളെ മുഖത്ത് വരുന്നത്, എപ്പോഴും അയാൾ ഒരു ദേഷ്യപ്പെടുന്ന ഒരു എന്തിനും ദേഷ്യ സ്വഭാവമുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാള് എപ്പോഴും അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഈ ന്യൂറോണുകൾ തമ്മിൽ, ആ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ ഒരു കണക്ഷൻ വരും, ഒരു കമ്മ്യൂണിക്കേഷൻ വരും, ഒരു ന്യൂറൽ പാത്വേ അവിടെ ഉണ്ടാവും.
അത് ഇയാള് വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുമ്പോഴും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആവണം, ആ ഒരു ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവണം. പിന്നെ അയാൾക്ക് ആ ഒരു ബിഹേവിയർ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും വീണ്ടും ചെയ്യും തോറും, റിപ്പീറ്റ് ചെയ്യും തോറും ആ ഒരു ന്യൂറൽ പാത്വേ, ആ ഒരു ബിഹേവിയർ, അയാളുടെ ദേഷ്യപ്പെടുന്ന ഒരു ബിഹേവിയർ അയാൾക്ക് സ്ട്രോങ് ആവണം. അപ്പൊ അയാൾ എപ്പോഴും ഒരു ദേഷ്യപ്പെടുന്ന ആ ഒരു നാച്ചുറൽ ആളായിരിക്കും. ഇനി ഈ ദേഷ്യപ്പെടുന്ന എപ്പോഴും ഈ ദേഷ്യപ്പെടുന്ന ആള് പിന്നീട് ചിരിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. അപ്പൊ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചിരിക്കുന്ന ന്യൂറോണുകളുടെ സെറ്റ് ഓഫ് കണക്ഷൻസ് പാത്വേ അവിടെ കണക്ഷൻസ് വരും അവിടെ. ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മള് ചിരിക്കുന്ന പറയുന്നത് ആദ്യമായിട്ട് ചെയ്യണമെന്നില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവും. ഒരു പുതിയ കാര്യം ചെയ്യുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കണക്ഷൻ ന്യൂറോണുകൾ, ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ ഒരു ന്യൂറൽ പാത്വേ അവിടെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഈ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആള് ചിരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ ചിരിക്കുന്ന ന്യൂറോണുകളുടെ സെറ്റ് ഓഫ് പാത്വേ, ന്യൂറൽ പാത്വേ അതിങ്ങനെ സ്ട്രോങ് ആയി വരും. അങ്ങനെ അയാളുടെ ആ ഒരു ദേഷ്യപ്പെടുന്നത് അയാൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ഒരു ഇത് എടുക്കുമ്പോൾ, അതായത് കോൺഷ്യസ്ലി അയാള് ചിരിക്കുമ്പോൾ അയാളുടെ ആ ഒരു പാത്വേ സ്ട്രോങ് ആയി വരികയും ആ ദേഷ്യപ്പെടുന്ന പാത്വേ വീക്കായി വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിന്റെ ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ ബ്രെയിനിൽ സ്ട്രോങ് ആവണം. അങ്ങനെയാണ് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിന്നെ നമ്മളുടെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വേണ്ട കാര്യം, നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഗുണമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒഴിവാക്കേണ്ടതിനെ നമ്മൾ ചെയ്യാതെ അതിനെ വീക്ക് ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ന്യൂറോൺസിന്റെ സ്ട്രക്ചറിൽ, ആ ഒരു പാത്വേയിൽ, കണക്ഷൻസിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ഈ ഒഴിവാക്കേണ്ട കാര്യം നമ്മൾ ചെയ്യാണ്ട് ഇപ്പൊ ദേഷ്യം വരുന്ന കാര്യത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ആ ഒരു ദേഷ്യപ്പെടൽ മനഃപൂർവ്വം നമ്മളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ ചെയ്യാണ്ടിരുന്നു, വീണ്ടും ചെയ്യാണ്ടിരുന്നു, അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു കണക്ഷൻ വീക്കായി വരുന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ ആ ഒരു കണക്ഷന് വീക്കായി വരും. അപ്പൊ വേണ്ടത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, ഒഴിവാക്കേണ്ടത് നമ്മൾ ചെയ്യാണ്ടത് വീക്കാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് ഒരാളോട് നെഗറ്റീവ് തോട്ട് വരുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു നെഗറ്റീവ് തോട്ട്, ആ ഒരു ചിന്തനെ മാറ്റി ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നെഗറ്റീവ് തോട്ടിന്റെ കണക്ഷൻ നമ്മൾക്ക് വീക്കാക്കാൻ പറ്റും. അതുപോലെ എപ്പോഴും ആരെങ്കിലോട് എപ്പോഴും പക തോന്നുന്നവര്, ജലസ് തോന്നുന്നവര് ഒക്കെ എന്താണ്, നമുക്ക് ആ ഒരു ഇതിനെ നമ്മൾ വീക്കാക്കി കൊണ്ടുവരാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് ബ്രെയിനിൽ പോയിട്ട് ഇപ്പൊ നമുക്കൊരു കണക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾക്ക് ആ കണക്ഷൻ മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ ഇതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യത്തിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ അതിന്റെ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവും. ഒഴിവാക്കേണ്ട കാര്യത്തിന് നമ്മൾ ചെയ്യാതെ ഇരുന്നിരുന്ന് ആ ഒരു കണക്ഷൻ, ന്യൂറൽ പാത്വേനെ നമ്മൾ വീക്ക് ആക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളുടെ ഹാബിറ്റുകളൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. നമ്മൾ വീണ്ടും ചെയ്താണ് നമ്മളുടെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പറയില്ലേ, 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്നൊക്കെ പറയണതിന്റെ ആ ഒരു ഇതാണ് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവും. അങ്ങനെ നമ്മളുടെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എപ്പോഴും ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും എന്താ പറയാ, ഒന്നും ചെയ്യണ്ട, എന്ത് കാര്യവും ചെയ്യണ്ട, എനിക്ക് വേണ്ടത് ചെയ്യണ്ട എന്നുള്ളൊരു ഐ ഡോണ്ട് വാണ്ട് എന്നുള്ളൊരു ഇതുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതായത് എന്ത് കാര്യം ഇപ്പൊ ചെയ്യണ്ട, പിന്നെ ചെയ്യാന്ന് പറയുന്നത് നീട്ടി വെക്കുന്ന സ്വഭാവമുള്ളവര് ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ചിലപ്പോ മടി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ചെയ്യണ കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫെയിലിയർ ആവോന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് എന്ത് കാര്യവും ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു സ്വഭാവം, നീട്ടി വെക്കുന്നൊക്കെ സ്വഭാവം, ഐ ഡോണ്ട് വാണ്ട് എന്നുള്ള ഒരു സ്വഭാവമുള്ള ഒരു ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു നിറയെ പുല്ലുള്ള ഒരു വഴി കൂടെ നമ്മള് പോവണമെന്ന് വിചാരിക്കും. അപ്പൊ നിറയെ പുല്ലാണ് അവിടെ. അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് കടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പുല്ലുള്ള വഴി കൂടെ പോകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ആദ്യം. പിന്നെ നമ്മൾ ആ വഴി കൂടെ സ്ഥിരമായിട്ട് നമ്മൾ അതിൽ നടക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, ആ പുല്ലൊക്കെ അവിടെ നിന്ന് പോയിട്ട് അവിടെ ഒരു പാത്ത് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നടക്കാണ്ടിരുന്നാലോ ആ പുല്ല് വീണ്ടും ചിലപ്പോൾ അവിടെ മുളച്ചു വരും. അപ്പൊ ഇതേപോലെയാണ് നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നത്. ഇപ്പൊ എപ്പോഴും ഐ ഡോണ്ട് വാണ്ട്,
എന്നുള്ള ഒരു ബിഹേവിയർ ഒരു ഇതുള്ള ആളാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷെ എങ്ങനെയെങ്കിലും ഞാനൊരു ഐ ഡോണ്ട് വാണ്ട് എന്നുള്ളത് ഞാൻ ഓവർറൈഡ് ചെയ്യുന്നുള്ളത് വിചാരിക്കുക. അതൊരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അതായത് നമ്മൾ ഈ ഐ ഡോണ്ട് വാണ്ട് ഇതൊരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഐ ഡോണ്ട് വാണ്ട് എന്നുള്ളത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ അതിനെന്തായാലും ഓവർറൈഡ് ചെയ്യുന്നുള്ളത് തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്കൊരു എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ ഇപ്പൊ 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ഐ ഡോണ്ട് വാണ്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. 30 മിനിറ്റ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 10 മിനിറ്റ്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഐ ഡോണ്ട് വാണ്ടിന് അവിടെ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഐ ഡോണ്ട് വാണ്ടിനെ വീക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ എക്സസൈസ് 30 മിനിറ്റ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഐ ഡോണ്ട് വാണ്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളൊരു 10 മിനിറ്റ്സ് എങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എക്സസൈസ് പോലെ വീടിന്റെ ഉള്ളിൽ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഐ ഡോണ്ട് വാണ്ട് എന്നുള്ളതിന്റെ ആ ഒരു ന്യൂറൽ പാത്വേനെ നമ്മൾ വീക്ക് ആക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഇപ്പോ നമ്മളെ ബ്രെയിനിൽ ഇപ്പോ ഇതിപ്പോ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പാത്വേസ് എന്താ പറയുന്നത്, എക്സസൈസ് ചെയ്യാന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു എപ്പോഴും ചിരിക്കാന്നുള്ളതും ഭയങ്കര നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ കൺസ്ട്രക്റ്റീവ് പാത്വേ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിൽ ഡിസ്ട്രക്റ്റീവ് പാത്വേസ് ഉണ്ടല്ലേ, അതായത് നമ്മൾ ഒഴിവാക്കേണ്ട കണക്ഷൻസ് ഉണ്ടായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ എപ്പോഴും അലാറം വെച്ചിട്ട് നമ്മൾക്കൊക്കെ എപ്പോഴും ഉള്ള ഒരു ഇതാണല്ലേ, അലാറം അടിക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു പറയും. അതൊരു സ്ഥിരം പരിപാടി. എല്ലാ ദിവസവും അലാറം വെക്കും, ഞാൻ പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും അലാറം വെക്കും, എല്ലാ ദിവസവും അത് ഓഫ് ചെയ്ത്. അപ്പൊ അതൊരു എന്താണ്, ആ ഒരു കണക്ഷൻസ് അപ്പൊ എന്താവും, ആ ഒരു അലാറം ഓഫ് ചെയ്യാം, അലാറം അടിക്കുമ്പോൾ അലാറം ഓഫ് ചെയ്യാം എന്നുള്ളത് പിന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ആ ഒരു ഇതന്നെ തുടർന്ന് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു അലാറം ഓഫ് ചെയ്യാന്നുള്ളത് നമ്മൾ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അതായത് ഇപ്പൊ ഒരു 6:30 എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ 6:30 10 മിനിറ്റ് എങ്കിലും മുമ്പ് എണീക്കുക. എന്നിട്ട് ആ ഒരു 6:30 എണീക്കാന്നുള്ള ആ ഒരു ഇത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ച് 10 മിനിറ്റ് എങ്കിലും മുമ്പ് എണീക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഡിസ്ട്രക്റ്റീവ് പാത്വേനെ ഓവർറൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കൺസ്ട്രക്റ്റീവ് പാത്വേനെ നമ്മൾ ചെയ്ത് സ്ട്രോങ് ആക്കുക, ഡിസ്ട്രക്റ്റീവ് പാത്വേനെ നമ്മൾ ചെയ്യാതിരുന്ന് അതിനെ നമ്മൾ വീക്കാക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടില് ക്ലീനിങ് ചെയ്യണമെന്നിരിക്കും. അപ്പൊ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് മടി തോന്നും. അപ്പൊ എന്നാലും നമ്മൾ വിചാരിക്കുക ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും കിച്ചന്റെ സിങ്ക് എങ്കിലും ക്ലീൻ ചെയ്യാം, എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ ഓവർറൈഡ് ചെയ്യും. ഈ ഐ ഡോണ്ട് വാണ്ടിന് നമ്മൾ ഓവർറൈഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ഒരു പുതിയതായിട്ട് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ തുടക്കത്തില് നമ്മളുടെ ബ്രെയിന് അതൊരു പുതിയ കാര്യമായിട്ട് ഇരിക്കുക, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഒരു പുതിയ കാര്യമായിട്ടായിരിക്കും എടുക്കുക. അതുപോലെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിൻ അതൊരു പുതിയ കാര്യമായിട്ട് തന്നെ വിചാരിക്കും. അതിന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ചെയ്യുന്ന കാര്യത്തിന്റെ ആ ഒരു ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന വേറൊരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത്. ബ്രെയിനിലെ ന്യൂറോൺസുകൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കണക്ഷനെയാണ് ന്യൂറൽ പാത്വേ. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മളുടെ പുതിയ കാര്യം പഠിക്കുമ്പോഴും ഒക്കെ ന്യൂറൽ പാത്വേ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ വേറൊരു സംഭവം സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയാം. അതായത് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ സയൻസിൽ സിനാപ്സ് എന്ന് പറയാന്ന് പറഞ്ഞു. സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാറുണ്ടല്ലേ, നമ്മളുടെ ബ്രെയിനിൽ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ചില ചിന്തകളൊക്കെ നമുക്ക് ആലോചിക്കാൻ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില ഓർമ്മകള്, അല്ലെങ്കിൽ ചില ആൾക്കാര്, അല്ലെങ്കിൽ ചില പ്ലേസസ് ഒക്കെ നമുക്ക് ചിലപ്പോ അതൊക്കെ മറക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിലീറ്റ് ബട്ടൺ, ഒരു ഇറേസ് ബട്ടൺ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സിമ്പിൾ ആയിരുന്നു നമുക്ക് ചിലപ്പോൾ തോന്നും. ഇവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബ്രെയിന് ഒരു ഗാർഡൻ ആണെന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട്, നല്ല കണക്ഷൻസ് ഉണ്ട്. ഈ പ്ലാന്റുകൾ നല്ല കണക്ഷൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്ത ചില നല്ല കാര്യങ്ങൾ, നല്ല കണക്ഷൻസ് ആണ് ഈ പ്ലാന്റുകൾ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ ആ ഒരു കണക്ഷൻസിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. റിപ്പീറ്റേഷനിലൂടെ, അതായത് നമ്മൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ ഉണ്ട്, അവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ട്. ആ പ്ലാന്റ്സിന് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അപ്പോഴാണ് അത് നന്നായി വരിക അല്ലെ. അതേപോലെ നമ്മളുടെ ആ ഒരു കണക്ഷൻ, നമ്മൾ ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കണക്ഷൻസ് സ്ട്രോങ് ആവും. അതേപോലെ തന്നെ ആ ഒരു ഗാർഡനിൽ ഒരുപാട് കളകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഈ കളകളെ നമ്മൾ എന്ത് ചെയ്യണം? പറിച്ചു കളയണം അല്ലേ, അല്ലെങ്കിൽ അതൊരു ആ ഒരു പ്ലാന്റിന് നമുക്ക് ദോഷമാണ്. അപ്പൊ ഈ ഒരു കളകളെ, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്ട്രോങ് ആയി വരുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്താണ് വീക്കാക്കി കൊണ്ടുവരണം. ഇപ്പൊ കളകളെ പറിച്ചു കളയണ പോലെ അതിനെ കളയണം. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മുടെ ബ്രെയിനിൽ സിനാപ്റ്റിക് പ്രൂണിങ് എന്ന് പറയാം. അപ്പൊ സിനാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ന്യൂറോൺസുകൾ തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് പ്രൂണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള കണക്ഷൻസിനെ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത കളകൾ പോലുള്ള കണക്ഷൻസിനെ നമ്മൾ വീക്കാക്കി കൊണ്ടുവന്ന് അതിനെ അവിടെ നിന്ന് പറിച്ചു കളയണം എന്നാണ് പറയുന്നത്. അത് ആ ഒരു സംഭവത്തിനെയാണ് സിനാപ്റ്റിക് പ്രൂണിങ് എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു, നമ്മൾക്ക് ഒഴിവാക്കേണ്ട കാര്യത്തിന് നമ്മൾ ചെയ്യാതെ ആ ഒരു ന്യൂറോണുകൾ തമ്മിലുള്ള ആ ഒരു ന്യൂറൽ പാത്വേ വീക്കാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ബ്രെയിനിൽ ഒരു CIQ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീക്കായിട്ട് വരുന്ന കണക്ഷൻസ് ഉണ്ടാവില്ല, നമ്മൾ ചെയ്യാതെ വീക്കായിട്ട് വരുന്ന കണക്ഷൻ, അതിനൊക്കെ ഒരു മാർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലെ മൈക്രോബിയൽ സെല്ലുകൾ ഈ ഒരു പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് പ്രൂണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കായിട്ടുള്ള കണക്ഷൻസിന് അതിന്റെ ആവശ്യമില്ല, അത് വീക്ക് കണക്ഷൻസ് ആണ് എന്നുള്ളതിൽ അതിനെ നമ്മുടെ ബ്രെയിനിൽ പിന്നീട് അത് നമ്മൾ ചെയ്യാണ്ട് വീക്കാക്കിയ കണക്ഷൻസിനെയൊക്കെ പിന്നെ നമ്മുടെ ബ്രെയിന് മൈക്രോബിയൽ സെൽസുകൾ പ്രൂണിങ് ചെയ്തിട്ട് സിനാപ്റ്റിക് പ്രൂണിങ് ആ കണക്ഷൻസിനെ പ്രൂണിങ് ചെയ്ത് ഒഴിവാക്കുന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ഇത് ബ്രെയിനില് മൈക്രോബിയൽ സെല്ലുകൾ ചെയ്യുന്ന കാര്യം അത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ ഒരു സിനാപ്റ്റിക് പ്രൂണിങ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്നത്, അതാണ് നമ്മുടെ ബ്രെയിനിൽ ശരിക്കും സ്ട്രോങ് ആവുന്നത്. അതായത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ആ ഒരു കണക്ഷൻ ആയിരിക്കും നമ്മുടെ ബ്രെയിനിൽ സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മറക്കണം എന്ന് വിചാരിക്കും, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് മറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഓർക്കാണ്ടിരിക്കലാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഓർക്കാതിരിക്കാന്ന് പറയുന്നത്, ചിന്തകൾ മാറ്റാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രെയിനിൽ ആ ഒരു കണക്ഷൻ പ്രൂൺ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചിന്തകൾ, അതായത് ആ ഒരു ഇതിനെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ആ ഒരു ഇത് പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റുക. വേറെ എന്തെങ്കിലും, അപ്പൊ ഒരു നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ നിർത്താന്നുള്ളതല്ല. നമ്മൾ നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് നമ്മൾ വേഗം അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചിന്തിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ചിന്ത പിന്നെ കുറഞ്ഞു വരുന്നാണ് പറയുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താലാണ് നമുക്ക് ആ ഒരു ചിന്ത പോവാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടും. അങ്ങനെ നമ്മൾ ആ ഒരു ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു ചിന്തകളെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾക്ക് ചിന്തകളെ മാറ്റുക, വേറെ ചിന്തിക്കാന്നൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു നമുക്കൊരു മാർഗം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നതിന്, പ്രസന്റ് മൊമെന്റിൽ എന്താണോ അതിൽ ഫോക്കസ് ചെയ്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ, അതിനെ കുറിച്ച് മുമ്പ് 2 ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൈൻഡ്ഫുൾനെസിന്റെ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ എന്ത് കാര്യമാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക, ചിന്തകൾ അങ്ങനെ കുറയ്ക്കാന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ്, ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ കുറഞ്ഞ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസിന്, നമുക്ക് ആവശ്യമില്ലാത്ത കണക്ഷൻസിന്, ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസ്, ന്യൂറൽ പാത്വേ നമുക്ക് വീക്കാക്കാനായിട്ട് പറ്റും ഈ ഒരു പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, ബ്രെയിനിന്റെ ആ ഒരു കഴിവ്.
നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും അല്ലേ? ബ്രെയിനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പറ്റും. അതേപോലെ തന്നെ ബ്രെയിനിനെ നമ്മൾക്ക് ഗ്രോ ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ബ്രെയിനിൽ എത്ര ന്യൂറോൺസുകൾ ഉണ്ടോ, പുതിയ പുതിയ ന്യൂറോൺസുകൾ ഉണ്ടോ, അത്രയും നമ്മുടെ ബ്രെയിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം, ആ ഒരു കഴിവ്, ബ്രെയിനിന്റെ ആ ഒരു കഴിവ് കുട്ടികളിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഭയങ്കരമായിട്ട് സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുത്താനായിട്ട് പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നടക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഏജ് കൂടുന്തോറും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ആ ഒരു ഇത് നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ലൈഫ് ടൈം നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ബ്രെയിനിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചൊരു ഏജ് കൂടുന്തോറും കുറച്ചൊരു എഫേർട്ട് എടുക്കണം മാത്രം. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ 20 വയസ്സുള്ള ഒരാളില് നമ്മൾക്ക് 20 വയസ്സുള്ള ഒരാളും ഒരു 80 വയസ്സുള്ള ഒരാളും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു 20 വയസ്സുള്ള ആളിൽ നമുക്ക് ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് 80 വയസ്സുള്ള ആളെക്കാളും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 80 വയസ്സുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ആ ഒരു ന്യൂറൽ കണക്ഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അയാള് എഫേർട്ട് ഇടണം. അപ്പോഴായിരിക്കും നമ്മൾക്ക്, അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ കാർന്നോന്മാരുടെ ഒക്കെ എന്തെങ്കിലും അവർക്ക് അവരുടേതായ കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതൊക്കെ നമ്മൾ ചിലപ്പോൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവരത് മാറ്റൂല. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അവരുടെ ആ ഒരു ന്യൂറൽ പാത്വേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു 20 വയസ്സുള്ള ആളിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ കുട്ടികളിൽ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു കഴിവ് ഭയങ്കരമായിട്ട് ബ്രെയിൻ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് മുതിർന്ന ആളുകളെക്കാൾ. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളിൽ ഓരോ സ്കിൽസുകളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിന് പുറമെ തന്നെ പുതിയ പുതിയ സ്കില്ലുകളൊക്കെ പഠിക്കാനും ഇതാക്കാനും വിടുമ്പോൾ അവർക്ക് ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് തന്നെ അവർക്ക് മുതിർന്നവരെക്കാളും റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതാണ് പറയുന്നത്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ എത്ര ഏജ് ആയി കഴിഞ്ഞാലും ഇപ്പൊ നമ്മുടെ ബ്രെയിന് ലൈഫ് ടൈം നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിലും അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഗ്രോത്ത് ഒക്കെ നടക്കുന്നതാണ് പറയുന്നത്. സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പറ്റും. നമ്മുടെ എഫേർട്ട്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കൂടെ നമ്മുടെ ബ്രെയിനിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ ബ്രെയിനിനെ ഗ്രോ ചെയ്യിക്കാനായിട്ടും നമുക്ക് പറ്റും. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ 80 വയസ്സുള്ള ആൾക്കാരൊക്കെ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് പഠിക്കാം. അവർക്ക് അതൊന്നും തീരെ അറിയില്ലായിരിക്കും, പക്ഷെ അവരത് പെട്ടെന്ന് പഠിക്കുന്നുണ്ടല്ലേ. അതുപോലെ 70 വയസ്സുള്ള ആൾക്കാരൊക്കെ ആ ഒരു ഏജിലൊക്കെ വലിയ വലിയ ചിത്രകാരന്മാരായിട്ടുള്ള കഥകളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ആവുമ്പോഴും മ്യൂസിക് പഠിക്കാൻ പോകുന്നവരുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിന് ആ ഒരു കഴിവുണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ് ആ ഒരു ഏജിലും നമുക്ക് ബ്രെയിനിൽ അങ്ങനെയൊക്കെ ഗ്രോ ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളത്. അപ്പൊ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഇത് 2 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബിഹേവിയറിലോ ചിന്തകളിലോ പ്രവൃത്തികളിലോ ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ന്യൂറൽ പാത്വേ സ്ട്രോങ് ആക്കാൻ പറ്റും. ന്യൂറൽ പാത്വേ വീക്ക് ആക്കാനൊക്കെ പറ്റും. അങ്ങനെ ബ്രെയിനിന്റെ സ്ട്രക്ചർ നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇതാണ് സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഫങ്ഷണൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബ്രെയിന് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഡാമേജ് ആയി, എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ, സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ ബ്രെയിനിന്റെ ആ ഒരു ഏരിയയുടെ ഫങ്ഷൻ ഒക്കെ നഷ്ടപ്പെടും അല്ലെ. അപ്പൊ ആ സമയത്ത് വേറൊരു ഏരിയ, ഫങ്ഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആ ഒരു ബ്രെയിനിന്റെ ആ ഒരു ഭാഗത്തിന്റെ ജോലി ഏറ്റെടുക്കുന്നതാണ് പറയുന്നത്. അതാണ് ചില ആൾക്കാരിലൊക്കെ പെട്ടെന്ന് സ്ട്രോക്കും വേറെ എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് ഒക്കെ വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു റിക്കവറി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന്റെ വേറൊരു ഏരിയ ആ ഒരു ഫങ്ഷൻ ഏറ്റെടുത്ത് ചെയ്യും. അങ്ങനെ അവർക്ക് റിക്കവർ ആവുന്നാണ് പറയുന്നത്. ഇതാണ് ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, ബ്രെയിനിന്റെ ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പ്രായത്തിലും നമുക്ക് എന്തുണ്ട്? ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഞാൻ പറഞ്ഞു, ഓൾഡ് ഏജ് ആവുന്തോറും ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ആ ഒരു ബ്രെയിനിന്റെ ആ ഒരു കഴിവ് കുറഞ്ഞു വരും എന്ന് പറഞ്ഞു.
പക്ഷെ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ന്യൂറോപ്ലാസ്റ്റിക് എക്സസൈസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രായത്തിലും നമ്മുടെ ബ്രെയിനിനെ ഹെൽത്തി ആയിട്ട് തന്നെ വെക്കാനും പുതിയ ശീലങ്ങൾ തുടങ്ങാനും വേണ്ടാത്ത ശീലങ്ങളെയൊക്കെ ഉപേക്ഷിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇപ്പൊ ഈ ഒരു സംഭവം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താ സംഭവം എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരോ? ഓക്കെ മനസ്സിലായി. അപ്പൊ ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിന് ചേഞ്ച് ചെയ്യാനും ഗ്രോ ചെയ്യാനുള്ള കഴിവുണ്ട്. ന്യൂറോണുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻസ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു പാത്വേ സ്ട്രോങ് ആക്കാൻ പറ്റും. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്ന് വീക്ക് ആക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ആ ഒരു കണക്ഷനിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾക്ക് ഏജ് കൂടുന്തോറും ആ ഒരു ബ്രെയിനിന്റെ ആ ഒരു കഴിവ് കുറഞ്ഞു വരുന്നതിന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എക്സസൈസുകളൊക്കെ ഉണ്ട്. അന്ന് ഞാൻ പറയാം അടുത്തതിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. ഹൗ ടു ഇംപ്രൂവ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ ഹെൽത്തി ആക്കിയിട്ടൊക്കെ വെക്കാം എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ന്യൂ സ്കിൽസ്, പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിക്കാന്നുള്ളത്. എൻഗേജ് ഇൻ ഫിസിക്കൽ എക്സസൈസ്, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ, ഗെറ്റ് ക്വാളിറ്റി സ്ലീപ്പ്, അഡോപ്റ്റ് ഹെൽത്തി ഡയറ്റ്, മാനേജ് സ്ട്രെസ്, എംബ്രേസ് ലൈഫ് ലോങ് ലേണിംഗ്, യൂസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇതൊക്കെ നമ്മൾക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ് അല്ലെ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പുതിയ സ്കില്ല് പഠിക്കുന്നത് നല്ലതാണ്, നമുക്കറിയാം. എക്സസൈസ് ചെയ്യണത്, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യണത്, നല്ല സ്ലീപ്പ്, ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാവുന്നത്, ഹെൽത്തി ഡയറ്റ്, എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ഇതിന്റെ പിന്നിലുള്ള ആ ഒരു സയൻസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ എന്താണ് നടക്കുന്നതെന്നും കൂടെ നമ്മൾക്ക് അറിയുമ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എക്സസൈസ് ചെയ്യണം, കറക്റ്റ് ടൈമിൽ കിടന്നുറങ്ങണം, രാവിലെ കറക്റ്റ് ടൈമിൽ എണീക്കണം, നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് കഴിക്കണം, ആവശ്യമില്ലാത്ത ഫുഡുകളൊക്കെ ഒഴിവാക്കണം ഒക്കെ നമ്മൾ വിചാരിക്കും. ഒക്കെ നമ്മൾ ക്ലാസ്സുകളൊക്കെ കേൾക്കും. പക്ഷെ നമ്മൾ അതിങ്ങനെ കേട്ടിട്ട് പോകും. അപ്പോൾ നമ്മൾക്ക് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു സയൻസ് നമ്മൾ അറിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫസ്റ്റ് കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് ലേണിംഗ് ന്യൂ സ്കിൽസ് എന്നാണ്. അതായത് ഒരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഒരു പുതിയ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായിക്കോട്ടെ, ഒരു പുതിയ കാര്യം, ഇപ്പൊ കുക്കിങ്ങോ അല്ലെങ്കിൽ പെയിന്റിങ്, നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് പെയിന്റിങ് പഠിക്കാൻ പാടും, ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ പാടും, ഡ്രോയിങ്, ക്രാഫ്റ്റ് വർക്ക് അല്ലെ? നമ്മൾ ഏജ് ആയി എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മളൊന്നും പഠിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ബ്രെയിൻ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും എല്ലാം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് അതിനുള്ള കഴിവുണ്ട്. ഏത് ഏജിലും പുതിയ സ്കില്ല് പഠിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ട്. അപ്പൊ നമ്മളൊരു പുതിയൊരു സ്കില്ല് പഠിക്കുമ്പോൾ നമ്മളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പൊ നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രെയിനിൽ ഒരു പുതിയ കണക്ഷൻ ഉണ്ടാവും. പുതിയ കാര്യം ചെയ്യുമ്പോൾ ഒരു പുതിയ കണക്ഷൻ ഉണ്ടാവും. ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഒരു പുതിയ ഹലോ
ഹലോ, കേൾക്കുന്നില്ലേ? യെസ് കേൾക്കുന്നുണ്ട്. ഓക്കെ. അതായത് നമ്മളൊരു പുതിയൊരു സ്കില്ല് പഠിക്കാന്ന് പറഞ്ഞു. ആ ഒരു സ്കില്ല് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ആവും. ഇപ്പൊ ഒരു പുതിയൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എന്താ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കണക്ഷൻ, പുതിയൊരു കാര്യം എന്ത് ചെയ്യുമ്പോഴും ഒരു പുതിയൊരു ന്യൂറോണുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ട്, ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഒരു പുതിയൊരു കണക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഈ കണക്ഷൻ നമ്മൾ ആ ഒരു ഇത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് സ്ട്രോങ് ആവും. അങ്ങനെ നമ്മളുടെ ബ്രെയിനിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു പുതിയൊരു സ്കില്ല് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം ചെയ്യുന്നത്, ഒരു പുതിയൊരു ആക്ടിവിറ്റി ചെയ്യുന്നതൊക്കെ നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്. നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇരിക്കാന്നുള്ളതിനേക്കാളും നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കാര്യം പഠിക്കുക, ഒരു ഏത് പ്രായത്തിലും നമുക്കത് പറ്റും എന്നുള്ളതാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോണ ഒരു റൂട്ട്, സ്ഥിരമായിട്ട് പോണ ഒരു റൂട്ട് ഉണ്ട്, അതൊന്ന് മാറ്റിപ്പിടിച്ച് വേറൊരു റൂട്ടിൽ കൂടെ പോവാം. അപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഒരു പുതിയൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു പുതിയ കണക്ഷൻസ് ഉണ്ടാവുമ്പോഴും പുതിയ ന്യൂറോൺസുകളൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ എഫിഷ്യൻസി കൂടുന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു എക്സസൈസ് ആണ് നമ്മളുടെ നോൺ ഡൊമിനന്റ് ആയിട്ടുള്ള ഹാൻഡ് യൂസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഡൊമിനന്റ് ഹാൻഡ് ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് മിക്കവാറും എല്ലാവർക്കും വലത്ത് കൈ കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുക, ചിലവര് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടായിരിക്കും ചെയ്യുക അല്ലെ. അപ്പൊ നമുക്കൊരു ഡൊമിനന്റ് ഹാൻഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചെയ്യാം. അതായത് റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ അത് നമ്മുടെ ബ്രെയിനിന് നല്ലതാണെന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ എഫിഷ്യൻസി കൂട്ടുന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വേർഡ്സുകൾ പഠിക്കണം, വൊക്കാബുലറി ഒക്കെ നമ്മുടെ ഇൻക്രീസ്, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മൾ ഓരോ പുതിയ കാര്യം പഠിക്കുക, പുതിയ കാര്യം എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പുതിയൊരു ഫാക്ട് പഠിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഒരു സ്കില്ല് പഠിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആക്കുക. അല്ലെങ്കിൽ ഒരു പുതിയ ലാംഗ്വേജ്, ഇപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന്റെ ഒരു ഏരിയ ഉണ്ട്, ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മളുടെ മെമ്മറിയും ലേണിങ്ങും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ ഒരു ഏരിയയിലാണ്, ഈ ഒരു ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏരിയയിലുള്ള ന്യൂറോൺസുകളാണ് സ്റ്റിമുലേറ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം പഠിക്കുമ്പോൾ, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയുടെ തിക്നെസ് കൂടുന്നാണ് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പുതിയ കാര്യം പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്. ഒരു എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പോ പേപ്പർ ക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന് നല്ലതും ആണ്. അതേപോലെ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, BDNF എന്നാണ് അതിനെ പറയുക, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ എന്ന് പറയും അതിന്. അപ്പൊ നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ഈ BDNF എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ബ്രെയിനിൽ റിലീസ് ആവും. ഈ BDNF ആണ് ശരിക്കും നമ്മുടെ ന്യൂറോൺസിന്റെ ഗ്രോത്തിനും സഹായിക്കുന്നതും ന്യൂറോണുകളുടെ കണക്ഷൻസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ BDNF എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോട്ടീനാണ്. അപ്പൊ നമ്മൾ പുതിയ കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താവും, ഈ ഒരു BDNF റിലീസ് ആവും. അങ്ങനെ നമ്മുടെ ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള ആ ഒരു കഴിവിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ കുറച്ച് ടിപ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് പുറത്ത് വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നമ്മളത് പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ അത് നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കണം. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും തോന്നുക, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ച് പിന്നെ പക്ഷെ നമ്മൾക്ക് ആ ഒരു കാര്യം ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റഡും ആയിരിക്കണം. പിന്നെ അത് നമ്മൾ ഡെയിലി റെഗുലർലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം എത്ര നേരം ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം, അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ആയാലും ചെയ്താൽ മതി. പക്ഷെ അത് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ ബ്രെയിനിൽ ഈ ഒരു ന്യൂറൽ കണക്ഷൻസ് ഒക്കെ നമ്മുടെ സ്ട്രോങ് ആവണതും നല്ല കണക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും പിന്നെ അത് നമ്മൾക്ക് നല്ല ഈസി ആയിട്ട് വരണതും ആ ഒരു റെഗുലർ ആയിട്ട് നമ്മൾക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ പുതിയ ഒരു സ്കില്ല് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു മെത്തേഡാണ്.
പിന്നെ വേറെ അടുത്തത് പറയുന്നത് എൻഗേജ് ഇൻ ഫിസിക്കൽ എക്സസൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എക്സസൈസ് ചെയ്താൽ നല്ലതാണ്, ഒരുപാട് അസുഖങ്ങളൊക്കെ കുറയും, നമ്മുടെ വെയിറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനെല്ലാം പുറമെ ഈ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബ്രെയിനിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മൾ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസുകൾ ഉണ്ടാവാനും അതിന്റെ കണക്ഷൻസ് സ്ട്രോങ് ആകാനും നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു, BDNF എന്ന് പറഞ്ഞു. ഈ BDNF എന്ന് പറയുന്നത് അതിനെ ഫെർട്ടിലൈസർ ഫോർ ദി ബ്രെയിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു വളം ആണെന്നാണ് പറയുന്നത് ഈ BDNF. ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്തും ഈ BDNF പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ന്യൂറോൺസിന്റെ ഗ്രോത്തിന്, ബ്രെയിനിലെ ന്യൂറോൺസിന്റെ ഗ്രോത്തിന് സഹായിക്കും. അതുപോലെ ഈ ഒരു BDNF എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ മെമ്മറി, ലേണിങ്, അതുപോലെ ഒരു പുതിയൊരു എക്സ്പീരിയൻസിനോട് അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുള്ളതാണ് എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ BDNF ഉണ്ടാവും. അത് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ പ്രൊമോട്ട് ചെയ്യും, മെമ്മറി, ലേണിങ് കഴിവുകളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരുപാട് ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ പമ്പ് ചെയ്യും. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു കോർട്ടിസോൾ ആണ് സ്ട്രെസ് ഉണ്ടാവുന്ന ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കോർട്ടിസോളിന്റെ ലെവൽ കുറയ്ക്കും. ഈ കോർട്ടിസോൾ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ ഈ ഒരു കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിനൊക്കെ അത് ഡാമേജ് ആക്കുമെന്ന് പറയുന്നത്. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ ഉണ്ടാവും, അത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ ഡാമേജ് ആക്കും. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കോർട്ടിസോളിന്റെ അളവിനെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ നമ്മുടെ ബ്രെയിൻ സെല്ലുകളൊക്കെ ഏജിങ് ആവുന്നതിൽ നിന്നൊക്കെ എക്സസൈസ് ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ നമ്മള് ജനിക്കുമ്പോൾ തന്നെ കുറച്ച് ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പുതിയ പുതിയ ന്യൂറോണുകൾ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ന്യൂറോജെനസിസ് എന്നാണ് പറയുന്നത്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂറോജെനസിസ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മുടെ ബ്രെയിനിലത്തെ നമ്മുടെ മെമ്മറിക്കും ലേണിങ്ങിനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു ആ ഒരു ഏരിയയിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഏരിയയിൽ ഈ ന്യൂറോജെനിസിസ് നടക്കുന്ന പുതിയ ന്യൂറോണുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എക്സസൈസ് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് അത് മാത്രമല്ല നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഒരുപാട് നല്ലതാണ്. നമ്മുടെ BDNF എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ ഇൻക്രീസ് ആവും, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ആവും, ബ്ലഡ് ഫ്ലോ കൂടും, നമ്മുടെ ബ്രെയിനിന് ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ കിട്ടും, പിന്നെ സ്ട്രെസ് കുറയ്ക്കും. അങ്ങനെ നമ്മുടെ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുമ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ന്യൂറോണുകളെ ഡാമേജ് ആക്കുന്ന സാധനമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നമ്മുടെ ബ്രെയിൻ സെല്ലുകളൊക്കെ ഏജിങ് ആവുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൽ പുതിയ പുതിയ ന്യൂറോണുകൾ ഉണ്ടാവണതിനൊക്കെ നമ്മളുടെ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ പറയണമെങ്കിൽ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിൽ എക്സസൈസിന് ഭയങ്കര പങ്കുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ജോഗിങ്, സൈക്ലിങ്, റണ്ണിങ്, അതുപോലെ യോഗ പോലത്തെ ഡാൻസ്, പിന്നെ നമ്മൾ ഫുഡ് ഗെയിംസുകൾ, ഔട്ട്ഡോർ ഗെയിംസുകൾ, ഫുട്ബോൾ, ടെന്നീസ് പോലത്തെ ഗെയിംസുകൾ, പിന്നെ ജമ്പിങ് റോപ്പ്, നമ്മൾ വള്ളിച്ചാട്ടം എന്നൊക്കെ പറയുന്ന അത് ചെയ്യുന്നത്, വാക്കിംഗ് ഇൻ നേച്ചർ, ഇതൊക്കെ നമ്മൾക്ക് എക്സസൈസിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല എക്സസൈസുകളൊക്കെയാണ്. അതാണ് എക്സസൈസിന്റെ റോൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ അതിൽ ഇൻവോൾവഡ് ആയിട്ട് നമ്മൾ അതിനെ ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ ആ ഒരു എന്ത് കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമുക്ക് വല്ല ഗുണമുള്ള കാര്യം, ആ ഒരു ചിന്തിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സെൻസേഷൻസിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്ത് ആ ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ നമ്മുടെ ബ്രീത്തിങ്ങിൽ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ
ശ്രദ്ധിക്കുന്നതിനാണല്ലോ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതിനെയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ, പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ കുറയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ, ഓവർ തിങ്കിങ് ഒക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ കോർട്ടിസോൾ ഉണ്ടാവും. കോർട്ടിസോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പോ ക്യാമ്പസിന്റെ ബ്രെയിനിലത്തെ ആ ഒരു ഏരിയയിലുള്ള ന്യൂറോൺസിനൊക്കെ ഡാമേജ് ആക്കും. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ, മൈൻഡ്ഫുൾനെസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനും അങ്ങനെ ഈ കോർട്ടിസോളിന്റെ അളവ് നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു BDNF എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഉണ്ടാവുന്നതിനും ഒക്കെ നമ്മൾ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് പോലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആവും. നമ്മൾ എന്ത് കാര്യം കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രെയിനിൽ ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആവും. ആ ഒരു ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത് നല്ലൊരു ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് നമുക്ക് അതിന് നല്ലതാണ്. അപ്പൊ ശരിക്കും ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതിന്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ന്യൂറൽ കണക്ഷൻസും അവിടെ ബ്രെയിനിൽ സ്ട്രോങ് ആവുന്നുള്ളതാണ്. അപ്പൊ ഈ പ്രാക്ടീസുകളൊക്കെ നല്ലതാണ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഗെറ്റ് ക്വാളിറ്റി സ്ലീപ്പ്. നല്ല സ്ലീപ്പ് ഉണ്ടാവുന്നത് അതെങ്ങനെയാണ് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് സഹായിക്കുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ ശരിക്കും നമ്മള് രാത്രിയൊക്കെ കുറെ ഭയങ്കര ക്ഷീണൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ക്ഷീണമായിരിക്കുമല്ലോ, ഒരു മടുപ്പൊക്കെ തോന്നിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി ഒരു ഡീപ്പ് സ്ലീപ്പ്, നല്ലൊരു സ്ലീപ്പ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പിന്നെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലേ. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടല്ലോ, നല്ല ന്യൂറൽ കണക്ഷൻസ് ഒക്കെ സ്ട്രോങ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു ദിവസത്തെ ആ ഒരു ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങളെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒക്കെ നമ്മൾ കൂടുതൽ ഈ നല്ലൊരു സ്ലീപ്പ് കിട്ടുമ്പോൾ അതൊക്കെ നന്നായിട്ട് നടക്കും. അതേപോലെ തന്നെ ഒരു ദിവസം തന്നെ ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ന്യൂറൽ കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ ബ്രെയിന് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കണക്ഷൻസിനൊക്കെ അവിടെ നിർത്തും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കണക്ഷൻസിനെയൊക്കെ അത് വീക്കാക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിനാപ്റ്റിക് പ്രൂണിങ് ഉണ്ടല്ലോ, ആവശ്യമില്ലാത്തതിനെ വീക്കാക്കി പിന്നെ അതൊരു വീക്ക് കണക്ഷൻ എന്ന് മനസ്സിലായില്ല, അപ്പൊ അതിനെ പ്രൂൺ ചെയ്യും. അത് അവിടെ നിന്ന് വീക്കായിട്ടുള്ള കണക്ഷൻസിനെയൊക്കെ, ആവശ്യമില്ലാത്ത കണക്ഷൻസിനെയൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന കണക്ഷൻസിനെയൊക്കെ അവിടെ നിന്ന് പ്രൂൺ ചെയ്ത് കളയുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ജോലിയും ഉറങ്ങണ സമയത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു സിനാപ്റ്റിക് പ്രൂണിങ് നടക്കുന്നുണ്ട്, ന്യൂറൽ കണക്ഷൻസിനെ സ്ട്രോങ് ആക്കുന്നുണ്ട്. അപ്പൊ ഈ നല്ലൊരു സ്ലീപ്പ് കിട്ടുന്നത് നമുക്ക് ഭയങ്കര നല്ലതാണ്, നമ്മുടെ ബ്രെയിനിന് ഭയങ്കര നല്ലതാണ്. അതുപോലെ നല്ലൊരു സ്ലീപ്പ് കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയും അല്ലെ. നമ്മുടെ കോർട്ടിസോളിന്റെ അളവൊക്കെ കുറയും. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒക്കെ നന്നായിട്ട് നടക്കും. അങ്ങനെയാണ് സ്ലീപ്പ് നമുക്ക് ഇതിന്റെ ഒരു റോൾ എന്നത്. ഇനി അഡോപ്റ്റ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ഫുഡുകൾ, ഹെൽത്തി ഫുഡുകൾ കഴിക്കുന്നറിയാം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ഫുഡുകൾ 2018 പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ്സ്, അത് നമുക്ക് ബ്രെയിനിന് ഭയങ്കര നല്ലതാണ്. അതായത് ഫിഷ്, വാൾനട്ട്, അതിലൊക്കെയാണ് കൂടുതൽ ഈ omega-3 ഉള്ളത്. പിന്നെ നമ്മുടെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ്, ആന്റി ഓക്സിഡ്, അതുപോലെ ടെർമറിക്, മഞ്ഞൾ നല്ലതാണെന്നാണ് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊരു 2018 ഒരു സ്റ്റഡിയിൽ പറയുന്നതാണ് കേട്ടോ. പിന്നെ അവക്കാഡോ, ഒലിവ് ഓയിൽ, അതൊക്കെ അങ്ങനെ ഒരു ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കാന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ പ്രോസസ്ഡ് ഫുഡും ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരാന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സംഭവം മനസ്സിലായപ്പോ എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, ഒരു ഹാബിറ്റ് ഭയങ്കര മധുരം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ആ മധുരം കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു കണക്ഷൻസ് വീക്ക് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
ആ ഒരു ഷുഗർ എപ്പോഴും കഴിക്കാന്നുള്ള ആ ഒരു ശീലം മാറ്റാനും ഒക്കെ നമുക്ക് പറ്റും അല്ലേ. അപ്പൊ അതാണ് ഹെൽത്തി ഡയറ്റ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ആവാനും ഹെൽത്തി ബ്രെയിൻ ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. പിന്നെ മാനേജ് സ്ട്രെസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സ്ട്രെസ് കുറയ്ക്കാന്നുള്ള, അതായത് നെഗറ്റീവ് ചിന്തകളെ, ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകൾ കുറയ്ക്കുമ്പോൾ കോർട്ടിസോളിന്റെ അളവ് കുറയും. അങ്ങനെ നമ്മുടെ ബ്രെയിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കോർട്ടിസോൾ നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ ഡാമേജ് ആക്കാണ് ചെയ്യണത്. പിന്നെ പറയണത് എംബ്രേസ് ലൈഫ് ലോങ് ലേണിംഗ്. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് എത്ര ഏജ് ആയാലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏജ് ആവില്ല. ഇപ്പൊ നമ്മൾ ഏജ് ഇസ് എ നമ്പർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏജ് നമ്പറൊക്കെ ശരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എപ്പോഴും ലൈഫ് ലോങ് ലേണിംഗ് എപ്പോഴും ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, എപ്പോഴും റീഡിങ് സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു യൂസ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അത് യൂസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമുക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുക. രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആര് വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവും ബുദ്ധിയും ഒക്കെ എനിക്ക് ലേണിങ്ങിൽ കൂടെ, എഫേർട്ടിൽ കൂടെ, പ്രാക്ടീസിൽ കൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആർക്ക് ഉണ്ടാവുക. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു മെന്റാലിറ്റി, ഒന്നിനും ശ്രമിക്കാതെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ആ ഒരു ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആർക്കുള്ളത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിവുകളും ബുദ്ധിയൊക്കെ പ്രാക്ടീസിൽ കൂടെ ഒക്കെ എനിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവർക്കുള്ളത്. അപ്പൊ ഈ വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വെല്ലുവിളികൾ, ചലഞ്ചസിനൊക്കെ നേരിടാനായിട്ട് നമ്മളിത് സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ആവാം. നമ്മൾ ഓരോ പുതിയ ചലഞ്ചുകൾ എടുക്കും തോറും പുതിയ കണക്ഷൻസ് ഉണ്ടാവുകയും അത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ കൂടെ കണക്ഷൻസ് സ്ട്രോങ് ആവുകയും പിന്നെ നമ്മളുടെ അതൊരു ഹാബിറ്റായി മാറുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഒരു ഇതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് വരിക. അതേപോലെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കണം എന്ന് പറയാം അല്ലേ. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ അതായത് നമ്മൾക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യണമെങ്കിൽ സ്ട്രെസ്സും ഫിയർ ഓഫ് ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് ആ ഒരു ഫിയർ എന്ന് പറഞ്ഞ സംഭവം തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസിനെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർക്ക് എപ്പോഴും ആ ഒരു ഇതൊക്കെ കുറച്ചും കൂടെ എല്ലാം പറ്റും എന്നുള്ള ആ ഒരു ഇത് ഉണ്ടായിരിക്കും. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പൊ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, നമ്മുടെ ബ്രെയിനിന്റെ കണക്ഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബ്രെയിനിനെ എന്താണ് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ നമുക്കൊരു ഹെൽത്തി ബ്രെയിന് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു ഹാബിറ്റ്സുകളൊക്കെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി സ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ നമ്മളുടെ ബ്രെയിനിനെ നമുക്ക് നമ്മളുടെ ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. ശരിക്കും നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ തയ്യാറല്ല, പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറല്ല, ഒന്നിനും തയ്യാറല്ല. നമ്മൾ ബ്രെയിനിന്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ബ്രെയിനാണ് ഉള്ളത്. നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ട് വരാനൊക്കെ പറയുമ്പോൾ അവർ പറയും, ചില കുട്ടികൾ പറയും എന്തെങ്കിലും എക്സ്ക്യൂസുകളൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ പഠിച്ചു വന്ന കുട്ടീനെ അവനൊരു എക്സ്ക്യൂസ് ഒന്നും ഉണ്ടായില്ലല്ലോ, അവൻ പഠിച്ചല്ലോ. അപ്പൊ അവര് പറയും അവന് പഠിച്ചു കഴിഞ്ഞാൽ വേഗം തലേക്ക്, ഇപ്പൊ പഠിക്കുന്ന കുട്ടിയായിരിക്കും, അപ്പൊ അവന് പഠിച്ചു കഴിഞ്ഞാൽ വേഗം തലേക്ക് കയറുന്നു പറയും. അപ്പൊ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ ശ്രമിക്കുന്നില്ല, ഇവർക്ക് തലേക്ക് കയറൂല എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ബ്രെയിൻ അവർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ വളരെ കുറെ പെർസെൻറ്റേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിന് എന്ന് പറയുന്നത് ഉള്ള ഒരു അപാരമായിട്ടുള്ള ഒരു കഴിവാണ് ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഇത് ലൈഫിൽ നമ്മൾക്ക് നല്ലൊരു ശീലങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, സമാധാനമായിട്ടൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. അതേപോലെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി
ഇമ്പ്രൂവ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്. വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്രാവലിംഗ്, ഇപ്പൊ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുന്നത്, പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്, പുതിയ പ്ലേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ റീഡിങ് ഹാബിറ്റ് ഒക്കെ വളരെ നല്ലതാണ്. റീഡിങ്, ജേർണലിങ്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. പിന്നെ ഈ പസിൽസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പസിൽസ്, പ്രോബ്ലം സോൾവിങ്, ചെസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഒരുപാട് ബാഡ് ഹാബിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ എക്സസീവ് സ്ക്രീൻ ടൈം, ഒരുപാട് നേരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കൽ, സ്മോക്കിംഗ്, ഓവർ ഈറ്റിംഗ്, ഓവർ തിങ്കിങ്, നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഇതൊക്കെ നമുക്ക് ഫിയറും ആൻഷ്യറ്റിയും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഒരു കണക്ഷൻസ് ഒക്കെ നമ്മൾ വീക്കാക്കി കൊണ്ടുവരാന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സർ, ഓക്കെ, അതെ, ഗ്രേറ്റ്. എന്തായാലും സന്തോഷം. സജന മുസ്തഫയുടെ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത്. ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാം. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇവിടെ സജന മുസ്തഫ പറഞ്ഞു വെച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും ഒരു പുതുമയെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്ത് ചെയ്യുന്നതിലും ഒരു പുതുമ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പുതുമയിലൂടെ നമ്മൾ കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അതിപ്പോ എന്ത് പ്രവർത്തനം ആയി കഴിഞ്ഞാലും നമ്മളൊരു ടീച്ചറോ ട്രെയിനറോ അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ ഡ്രൈവറോ അങ്ങനെ തുടങ്ങി ഏത് ആളോ ആവട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്നും അതേപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് അതിനൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കും. അത് യാന്ത്രികമാവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിലൊരു പുതുമ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എപ്പോഴും പുതിയ സ്കില്ലുകൾ ആർജിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ സെല്ലുകൾ രൂപപ്പെടും. അതല്ലെങ്കിൽ ഉള്ള ന്യൂറോണുകളുടെ കണക്ഷനുകൾക്ക് നല്ല ബലം ഉണ്ടാകും. അപ്പോൾ അവര് തമ്മിൽ ഇടയ്ക്കിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാണ്ടാകുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാവുന്നത്, അല്ലെ? നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ കാണാതാകുമ്പോൾ ബന്ധങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂറോണുകൾക്ക് ഇടയ്ക്ക് കണക്ഷൻസ് കിട്ടണം. അപ്പൊ ആ കണക്ഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ക്രിയേറ്റീവായിട്ട് നമ്മൾ ഇടപെടണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു സമയം, ഒരു ഏജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ പിന്നെ അങ്ങനെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് പിന്നെ ഒരു സർവീസിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു 60 വയസ്സായപ്പോ അദ്ദേഹം റിട്ടയർഡ് ആയെന്ന് കരുതുക. ഈ റിട്ടയർഡ് ആയ ആള് ചിലപ്പോ റിട്ടയർഡ് ആയി പിന്നെ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴേക്കും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചുടി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ മാറി, അദ്ദേഹത്തിന്റെ നടത്തം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ്ലി മാറും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ 60 വയസ്സിന്റെ ആ റിട്ടയർഡ് ആകുന്ന ദിവസം വരെ അദ്ദേഹം ക്രിയേറ്റീവ് ആയിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, അദ്ദേഹത്തിന്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നു, ഓഫീസിലേക്ക് പോകുന്നു, അവിടുത്തെ ഫയലുകൾ എടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് അവിടെ എന്താകുന്നു, നിലയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അടുത്തത് തുടങ്ങുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ തുടങ്ങിയിരിക്കണം. അതായത് ഒരു സംഭവത്തിൽ, ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെട്ട് അതിന്റെ ഏറ്റവും അവസാനത്തിൽ അടുത്തത് തുടങ്ങിയിട്ടാകണം നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ നമ്മൾ എത്രത്തോളം വർക്ക് കൊടുക്കുന്നുവോ, അതല്ലെങ്കിൽ അതിന് ക്രിയേറ്റിവിറ്റി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്ത് പ്രവർത്തനമായി കഴിഞ്ഞാലും. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആളുകളാണ്, എല്ലാ ദിവസവും ഒരേ ക്ലാസ് തന്നെ, അതിൽ ഒരു കോണ്ടന്റിൽ ഒരു മാറ്റവും ഇല്ല, എന്നും അതേ ക്ലാസ് തന്നെ. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഡെയിലി ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ ക്ലാസ് ഞാനാണല്ലോ ആദ്യം കേൾക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കേൾക്കുന്ന ആരാണ്? ഞാനാണ്. ഇപ്പൊ ഓരോ ബാച്ച് വരുമ്പോഴും അവർക്ക് ഇത് പുതുമയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറെ സംഭവം കിട്ടുന്നുണ്ടാവും. ഈ എടുക്കുന്ന എനിക്കിതിൽ എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ?
ഞാൻ സാറ്റിസ്ഫൈഡ് ആവണ്ടേ? ഞാൻ എടുക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് അതിലൊരു പുതുമയും ഒരു ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരാൻ പറ്റണം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഞാൻ എന്നെ ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റണം. അപ്പൊ അവിടെ എന്താണ് ഞാൻ എടുക്കുന്ന ആ ഒരു പോർഷൻ പോലും അതില് പോലും പുതിയ സംഭവങ്ങളെ പുതുമ, അതായത് ഉള്ള സാധനത്തെ തന്നെ നമുക്ക് എങ്ങനെ ഒന്നും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പുതുമയെ ആഗ്രഹിക്കുക, ക്രിയേറ്റീവ് ആവുക, സെൽഫായിട്ട് ലേണിങ്സ് ചെയ്യുക, സ്കില്ലുകൾ നവീകരിക്കുക, നോളജ് അക്വയർ ചെയ്യുക, നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ നമ്മുടെ ന്യൂറോണുകൾ നല്ല കണക്ഷൻസ് രൂപപ്പെടുത്തും. നല്ല ഡ്രസ്സുകൾ ധരിക്കുക, അല്ലെ? നമ്മൾ വയസ്സാകും തോറും ഡ്രസ്സുകളിലൊക്കെ ഉള്ള ഒരു സെൻസ് ഒക്കെ കുറയും നമുക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ, നമ്മൾ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സിങ് സെൻസ് ഒന്നുമില്ല. അപ്പോൾ എന്താണ്, എല്ലാവരും ഇടുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോ ആ പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യൂ. അപ്പൊ അതിനർത്ഥം നമ്മൾ ഏകദേശം കഴിയാനായി എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളുള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മളുടെ ഒരു ഡ്രസ്സ് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. നമ്മളെ ഡ്രസ്സ് നമ്മൾ ധരിക്കുമ്പോൾ, അത് നമ്മളിപ്പോ വീട്ടിലിരിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ ഒരു സാധാരണ വീട്ടിൽ ഇടുന്ന ഡ്രസ്സും അതിനേക്കാൾ അപ്പുറത്ത് കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് വരുന്ന ഒരു ഡ്രസ്സും ധരിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകും, അല്ലെ? നമുക്ക് തന്നെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ അപ്പൊ ഇതേപോലെ ഈ ഡ്രസ്സിങ്ങിൽ പോലും നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സജന മാമിന്റെ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതേപോലെ തന്നെ ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ ഞാൻ പിന്നെ മൈക്ക് ഓഡിയൻസിന് കൈമാറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇടപെട്ട് സംസാരിക്കാം. നിങ്ങൾ നേരത്തെ കേട്ടിരുന്ന ഒരു സബ്ജക്റ്റ് ആണോ? നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒക്കെ നിങ്ങൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. സന്ദേശ് സാർ പറയും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. സാറെ കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. സജന മാഡം വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഉടനീളം ഞാൻ തുടക്കം മുതൽ അവസാനം വരെ കേട്ടിരുന്നു. എനിക്കൊരു സംശയം ഉള്ളത്, മാഡം ആദ്യം പറഞ്ഞു നമ്മുടെ ഇലാസ്റ്റിസിറ്റി പ്ലാസ്റ്റിസിറ്റി ഇതിന്റെ രണ്ടിന്റെ ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലെ? നമ്മള് ഒരു റബ്ബർ ബാൻഡ് വലിക്കുമ്പോ അത് പഴയ അവസ്ഥയിലാക്കുന്നത് ഇലാസ്റ്റിസിറ്റി, അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. അപ്പോ പിന്നെ നമ്മള് അതില് പറഞ്ഞു വന്നപ്പോ നമ്മള് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യത്തിനെ വീക്കാക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോ ചെയ്യാതെ വെക്കുമ്പോ ഒരു കാര്യത്തെ നമ്മൾ ആവശ്യമുള്ളത് ചെയ്യുമ്പോ അതിനെ ഇംപ്രൂവ് ചെയ്യാനും ആവശ്യമില്ലാത്തതിനെ ചെയ്യാതിരിക്കുമ്പോ അതിനെ വീക്കാക്കാനും പറ്റും. അതല്ലേ മാഡം ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, നമ്മുടെ ബ്രെയിനില് കൺസ്ട്രക്റ്റീവ് പാത്വേ. അതെ 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 സാർ, കേൾക്കുന്നില്ല സാർ? അതായത് നമ്മളുടെ ബ്രെയിനില് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടാവും, നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ? അപ്പൊ ആ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കൺസ്ട്രക്റ്റീവ് പാത്വേ ആണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ട്രക്റ്റീവ് പാത്വേ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നമുക്ക് ആ ഒരു കണക്ഷൻ വീക്ക് ആക്കേണ്ട ആ ഒരു കണക്ഷൻസിനെ ഡിസ്ട്രക്റ്റീവ് പാത്വേ, ആ ഒരു ന്യൂറൽ പാത്വേ ആണ് നമ്മൾ വീക്ക് ആക്കേണ്ടത്. അപ്പൊ നമ്മളത് ചെയ്യാതിരുന്നിരുന്നാണ് ആ ഒരു അതിനെ വീക്ക് ആവുമ്പോഴാണ് നമ്മൾ അവിടെ നമ്മളുടെ ആ ഒരു സിനാപ്റ്റിക് പ്രൂണിങ് എന്ന് പറഞ്ഞിരുന്നില്ലേ? അതായത് നമ്മളുടെ ആവശ്യമില്ലാത്തതിനെ കളയാന്നുള്ളതാണ് സിനാപ്റ്റിക് പ്രൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനാപ്റ്റിക് പ്രൂണിങ് നടക്കും. വീക്ക് ആവുമ്പോ ചെയ്യാതിരിക്കുമ്പോ അതിലൊരു CIQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ അത് മാർക്ക് ചെയ്യും. അങ്ങനെ മൈക്രോബിയാൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലുകൾ അതിൽ നിന്ന് റിമൂവ് ആക്കും.
ആ ഒരു പാത്വേ റിമൂവ് ആക്കുന്നതാണ്. അതായത് നമുക്ക് വേണ്ടാത്തത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോ ഓക്കെ. അല്ല, എന്റെ സംശയം എന്താന്ന് വെച്ചാൽ ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം, അതല്ലേ ഉദ്ദേശിക്കുന്നതില്? അപ്പോ അതെ അതെ ആവശ്യമുള്ളത് അതെ അതെ എന്ന് പറയുമ്പോ അതെ 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 അതായത് നമ്മൾ ആവശ്യമുള്ളത് ചെയ്യുമ്പോ പറയൂ സർ പറയൂ. പറഞ്ഞോളൂ മാഡം പറഞ്ഞു. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി വീക്ക് ആവും. അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ ആ ഒരു കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നമ്മളുടെ വീക്ക് ആവുന്നതാണ്. അതായത് നമുക്ക് ചെയ്യാതിരിക്കേണ്ട കാര്യം വീക്ക് ആയിക്കൊണ്ട്. അപ്പൊ ഓക്കെ, മാഡം പറഞ്ഞത് ക്ലിയർ ആയി. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ളതിലേക്ക് പിന്നീട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി വന്നോ എന്നുള്ളതാണ് അതാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്യാതിരിക്കുമ്പോ പഴയ അവസ്ഥയിലേക്ക്, ഇപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ചു വിടാതിരിക്കുമ്പോ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകുമല്ലോ. അതുപോലെ നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേറെ കാര്യം ചെയ്യുമ്പോൾ അത് പഴയ അവസ്ഥയിലേക്ക് പോകുന്നു അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? മ്യൂട്ടായി. സോറി സർ. അതായത് പ്ലാസ്റ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കണക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് സ്ട്രക്ചർ മാറ്റാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ആ ഒരു എക്സാമ്പിൾ കറക്റ്റ് ആണോ എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത്. അത് ഞാൻ ജസ്റ്റ് ആ ഒരു വേർഡ് അതെ. ഓക്കെ. അതൊരു ക്ലാരിറ്റി എനിക്ക് വേണ്ടി. ബാക്കിയെല്ലാം ഓക്കെ ആണ് കേട്ടോ. ഞാൻ അത്രയും സൂക്ഷിച്ച് കേട്ടിരുന്നു, അതുകൊണ്ടാണ് അത്രയും മൈന്യൂട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു ചന്ദൻ സാർ. ഓക്കെ, ബാക്കി ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? ഫാസിൽ സാറ് ഞാൻ പറഞ്ഞോട്ടെ, സാറിന്റെ സുഹൃത്താണ്, ഞാനൊരു ട്രെയിനറാണ്. സാറിന്റെ ഇന്ന് ഞാൻ ആരാധിക്കുന്ന ഒരു ട്രെയിനറാണ് ഫാസിൽ സാറ്. മാവേലിക്കരയിൽ നിന്ന് അനില. പറഞ്ഞോട്ടെ സാറേ. ഓ തീർച്ചയായിട്ടും അനിൽ സാർ പറയൂ. വിത്ത് പെർമിഷൻ ഓഫ് ഫൈസൽ സാറ് പറയാണ്. വളരെ അങ്ങ് സ്പീഡ്, ഒരുപാട് നോളജ് ഉണ്ട്. അതാണ് അങ്ങ് സ്പീഡിലെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് കുറേ അങ്ങ് പോയി. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പിന്നെ ഈ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മതിയായിരുന്നു. ഡ്രൈവിങ് പഠിക്കുമ്പം എങ്ങനെയാ? ആദ്യം ബുദ്ധിമുട്ടാണ്, പിന്നീട് എന്താവും? അത് ഈസി ആയിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും? ഫോൺ ചെയ്യും, എല്ലാം ചെയ്യും. ആദ്യം പഠിക്കുമ്പോൾ പറ്റത്തില്ല. അതൊരു പ്ലാസ്റ്റിസിറ്റി, അതായത് ന്യൂറോ കണക്ഷൻസ് ഉണ്ടാവുക. പിന്നെ ഇത് കാണിച്ചപ്പം ന്യൂറോൺസിന്റെ ഇതൂടെ കാണിക്കുന്നെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും വാട്ട് ഈസ് ന്യൂറോൺസ്. അപ്പൊ അതിന്റെ ആ സിനാപ്റ്റിക് ഗ്യാപ്പും ആ ഹോർമോൺസിന്റെ ഇതും കൂടെ നിങ്ങൾ ഇത് വീഡിയോ കാണിച്ചിരുന്നെങ്കിൽ, ആ വീഡിയോ അല്ല, ഒരു സ്ലൈഡ് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരുന്നു. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും നിങ്ങളുടെ കണ്ടന്റ് ഭയങ്കര റിച്ച് ആയിരുന്നു. പിന്നെ ഈ ന്യൂറോജെനിസ്, ഇത് 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്ക്, പിന്നെ ഈ 40 വയസ്സ് കഴിഞ്ഞാൽ സെൽസ് പിന്നെ ഉണ്ടാവത്തില്ല. അപ്പൊ ഈ 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തന്നെയല്ല, കുട്ടിക്കാലത്ത് മണ്ടന്മാരായിട്ട് പഠിക്കാതിരുന്ന പിന്നെ അവർ മണ്ടരാവും, അവർക്ക് ബുദ്ധിയില്ല. എന്തുകൊണ്ടാ അറിയോ? ന്യൂറോജെനിസ് യൂസ് ചെയ്യാതിരുന്ന പിന്നെ അതെല്ലാം കൂടി ശർക്കര പുറത്ത് വെച്ചാൽ സെറ്റ് ആകുന്ന പോലെ സെറ്റ് ആവും. മനസ്സിലായി? അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഈ സ്ട്രെസ് ഹോർമോൺസ് എൻ്റെ കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ നമ്മൾ ഈ ബ്രെയിൻ്റെ ആദ്യം പറയുമ്പം ഈ ബ്രെയിന് വളരെ കുറച്ചേ ഉള്ളൂ, 1200 1300 ഗ്രാമേ ഉള്ളൂ. അപ്പൊ ശരീരത്തിന്റെ മൊത്തം വെയിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ എങ്ങാണ്ട്, അത് ഫൈസൽ സാറിന് അറിയാം എത്ര പെർസെന്റ് എങ്ങാണ്ടേ ഉള്ളൂ, 2% എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അതില് ഈ ഓക്സിജൻ 20%, വെള്ളം 25%, ന്യൂട്രീഷൻസ് 30% ഒക്കെ ബ്രെയിനാണ്. അപ്പൊ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് പറയാൻ പറ്റും. എനിവേ, നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഭയങ്കരമാണ്. നിങ്ങളത് പറഞ്ഞു തീർത്തു കംപ്ലീറ്റ് ആയിട്ട്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫൈസൽ സാറേ. സാറിന്റെ ഒരു ആരാധകനാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അനിൽ സാർ. അതെ, ഇതുപോലത്തെ ഫീഡ്ബാക്കുകളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാനായിട്ടൊക്കെ പറ്റുക. താങ്ക് യു സർ. വളരെ സന്തോഷം. ഈ ന്യൂറോൺസ് പറയുമ്പം ഞാൻ ചേർത്തോട്ടെ ഫൈസൽ സാറേ? സാറ് ഓ പറയാതെ പറയൂ.
അതായത് ഈ നമ്മൾ പറയുമ്പം കോഡിംഗ് ആണ് ഈ ട്രില്യൺ കണക്കിന് എന്ന് പറയണം. ട്രില്യൺ കണക്കിന് എന്ന് പറയുമ്പോൾ ട്രില്യൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. മനസ്സിലായി? അപ്പൊ ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. നിങ്ങൾ മാത്തമാറ്റിക്സ് MSc-ക്കാരോട് ചോദിച്ചു ട്രില്യൺ എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് പറയാം, പറയില്ല. അപ്പൊ എത്രയാണ്? 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അത്രയ്ക്ക് ന്യൂറോൺസ് ആണ് തലയിലുള്ളത്. മനസ്സിലായി? അപ്പൊ ആ ന്യൂറോൺസിനെ അങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ ഇത് ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത് ചോദിക്കാം. അപ്പൊ ആ ന്യൂറോൺസിനെ എല്ലാം കൂടെ കണക്റ്റഡ് ആയ അതൊക്കെ സാറ് പറയും. RAS ഒക്കെ ഉണ്ട്, അതൊക്കെ സാറ് പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു അനിൽ സാർ, വളരെ സന്തോഷം. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ഇവിടെ അതിൻ്റെ സമാപനത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഓവറോൾ നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ന്യൂറോൺസിനെ ഇവിടെ നേരത്തെ പറഞ്ഞ ബില്യൺസോ അല്ലെങ്കിൽ ട്രില്യൺസോ ആയിട്ടുള്ള ന്യൂറോണുകൾ നമ്മുടെ തലയിലുണ്ട്. നമ്മൾ പോലും നമുക്ക് പോലും അത് ആലോചിക്കാൻ പറ്റുന്നില്ല, ഈ എണ്ണം എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലേ. അപ്പോ അത് നമുക്ക് വേണ്ടിയാണ് അവിടെ ഉള്ളത്, നമ്മുടെ തലയിലുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിന്റെ കണക്ഷൻസ് നല്ല സ്ട്രെങ്തൻ ആക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക, നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. അതിലൂടെ പുതിയ ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ സേവനങ്ങളെ എത്തിക്കാൻ സാധിക്കുക. ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മളുടെ അറിവിനെയും നമ്മുടെ കഴിവിനെയും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മളുടെ സേവനത്തെ കാത്തിരിക്കുന്ന അനേകായിരം ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പുതിയ നോളജുകൾ അക്വയർ ചെയ്തും സ്കില്ലുകൾ നവീകരിച്ചുകൊണ്ടും നമ്മളുടെ സംസാരത്തെയും അതേപോലെ തന്നെ നമ്മളുടെ ഇടപെടലുകളെയും ഒക്കെ മനോഹരമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും ആശംസകൾ, സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത സജന മാമിന് എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന ഇതുവരെ ഇതിന്റെ അവസാനം വരെ ഇരുന്ന് അതേപോലെ തന്നെ കേൾക്കുകയും അതിൽ അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തത്തിൽ നിന്ന് സ്നേഹങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു. സജന മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല സർ, ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാൻ, പക്ഷെ നമുക്ക് ടൈമില്ല. അവസാനിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ അടുത്ത ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് പിന്നീട് ചെയ്യാം. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് സജന മാം വീണ്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരും. അപ്പോ തൽക്കാലം ഇന്ന് നമ്മൾ അനിൽ സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് സജന മാം. താങ്ക് യു സർ. താങ്ക് യു എവരിവൺ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.